നമസ്കാരം. ആരോഗ്യം, ശുചിത്വം, വിദ്യാഭ്യാസം തുടങ്ങിയ പരിഷ്കൃത സമൂഹത്തിന്റെ അടയാളങ്ങളായ സൂചികകളിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വളരെ മുമ്പിലാണെന്ന് അഭിമാനിക്കുന്നവരാണ് മലയാളികൾ. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനങ്ങളുടെയും ദരിദ്രമായ സംസ്ഥാനങ്ങളുടെയും പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് കേന്ദ്രം. സാമൂഹ്യ ജീവിതത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്നുണ്ടെങ്കിലും സമ്പത്തിന്റെ പട്ടികയിൽ കേരളം ആദ്യ 5 സ്ഥാനങ്ങളിൽ ഇല്ല എന്നത് ശ്രദ്ധേയമാണ്. ഡൽഹി, തെലങ്കാന, കർണാടക, ഹരിയാന, കേരളത്തിന്റെ അയൽ സംസ്ഥാനമായ തമിഴ്നാട് എന്നിവയാണ് ആദ്യ 5-ൽ ഇടം നേടിയത്. അതേസമയം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കേരളം, തമിഴ്നാട് എന്നിവ ഇന്ത്യയുടെ GDP-യുടെ പ്രധാന സംഭാവനക്കാരായി ഉയർന്നു. 2024 മാർച്ചിലെ കണക്കനുസരിച്ച് ഈ സംസ്ഥാനങ്ങൾ ഇന്ത്യയുടെ GDP-യുടെ 30% സംഭാവന ചെയ്തത്. പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക പ്രകടനം സംബന്ധിച്ച പട്ടിക പുറത്തുവിട്ടിരിക്കുന്നത്. 2014-ൽ രൂപീകൃതമായ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സംസ്ഥാനമായ തെലങ്കാന മികച്ച സാമ്പത്തിക പ്രകടനം കാഴ്ചവെച്ച് ഈ പട്ടികയിൽ ഇടം നേടി. 1991 മുമ്പ് 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പ്രതിശീർഷ വരുമാനം ദേശീയ ശരാശരിയേക്കാൾ കുറവായിരുന്നു. എന്നാൽ 1991-ൽ ഡോക്ടർ മൻമോഹൻ സിംഗ് സർക്കാർ കൊണ്ടുവന്ന ഉദാരവൽക്കരണ നയങ്ങൾക്ക് ശേഷം ഈ 5 സംസ്ഥാനങ്ങളും കുതിച്ചുചാട്ടത്തിലൂടെ വലിയ വളർച്ചയാണ് കാഴ്ചവെച്ചത്. എന്നാൽ ഇവയിൽ മിക്കവയും പ്രതിശീർഷ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടുന്നില്ല. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈ ഉൾക്കൊള്ളുന്ന മഹാരാഷ്ട്രയായിരുന്നു GDP-യിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന സംസ്ഥാനം. രാജ്യത്തിന്റെ GDP-യിൽ മഹാരാഷ്ട്രയുടെ വിഹിതം കഴിഞ്ഞ ദശകത്തിൽ കുറയുന്നതായാണ് വ്യക്തമാവുന്നത്. ഏകദേശം 1.5 പതിറ്റാണ്ട് മുമ്പ് ഇന്ത്യയുടെ GDP-യുടെ 15%-ലധികം സംഭാവന ചെയ്തിരുന്നത് ഈ സംസ്ഥാനമായിരുന്നു. എന്നാൽ ഇപ്പോഴത് 13.3%-ആയി കുറഞ്ഞിരിക്കുകയാണ്. അതേസമയം പ്രതിശീർഷ വരുമാനത്തിന്റെ കാര്യത്തിൽ മഹാരാഷ്ട്രയ്ക്ക് ആദ്യ 5-ൽ ഇടം നേടാനും സാധിച്ചില്ല. ആളോഹരി വരുമാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ദരിദ്ര സംസ്ഥാനങ്ങളുടെ പട്ടികയും കേന്ദ്രം പുറത്തുവിട്ടിട്ടുണ്ട്. ബീഹാർ, ജാർഖണ്ഡ്, ഉത്തർപ്രദേശ്, മണിപ്പൂർ, അസം എന്നിവയാണ് അവ. 2011-ലെ സെൻസസ് പ്രകാരം ഉത്തർപ്രദേശിനും മഹാരാഷ്ട്രയ്ക്കും ശേഷം രാജ്യത്തെ ഏറ്റവും ജനസംഖ്യയുള്ള 3ാമത്തെ സംസ്ഥാനമാണ് ബീഹാർ. എന്നിട്ടും ബീഹാറിന് GDP-യുടെ 4.3% മാത്രമാണ് സംഭാവന ചെയ്യാൻ സാധിക്കുന്നത്. 1960-കളിലെ ഹരിത വിപ്ലവത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ സംസ്ഥാനം പഞ്ചാബാണ്. പഞ്ചാബിന്റെ പ്രതിശീർഷ വരുമാനം ദേശീയ ശരാശരിയേക്കാൾ ഉയർന്ന നിലയിലാണ്. മറ്റൊരു കാർഷിക സംസ്ഥാനമായ ഹരിയാനയുടെ ആളോഹരി വരുമാനവും വർദ്ധിച്ചിട്ടുണ്ട്. അമേരിക്ക, കാനഡ, ഇംഗ്ലണ്ട് തുടങ്ങിയ സമ്പന്ന വിദേശ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റവും സംസ്ഥാനത്തിന്റെ സമ്പന്നമായ കാർഷിക പൈതൃകവും ഹരിയാനയുടെ മെച്ചപ്പെട്ട സ്ഥിതിക്കുള്ള കാരണങ്ങളാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ പുറത്തുവിട്ട കണക്കിൽ എന്തായാലും സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തും യോഗി ഭരിക്കുന്ന UP-യുമില്ല. UP-ക്കാവട്ടെ അവസാന 5-ലാണ് സ്ഥാനം. വസ്തുതകൾ ഇതാണെന്നിരിക്കെ ഗുജറാത്തും UP-യും പറഞ്ഞ് തള്ളിമറിച്ചവർക്ക് എന്ത് മറുപടിയാണുള്ളത് എന്ന ചോദ്യം പ്രസക്തമാണ്.